നമസ്കാരം. കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കാളിയിൽ മണിയറ കാർത്തിയായനിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ പേരമകൻ റിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 11-നാണ് വീട്ടിൽ വെച്ച് മകളുടെ മകൻ റിജു കിടപ്പ് രോഗിയായ വയോധികയെ അതിക്രൂരമായി മർദ്ദിച്ചത്. തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ് കാർത്തിയായനിയമ്മ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് മരിച്ചത്. മരണവിവരം അറിഞ്ഞ ഉടൻ പയ്യന്നൂർ പോലീസ് റിജുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാർത്തിയായനിയമ്മയുടെ മകൾ ലീലയുടെ മകനാണ് റിജു. ഈ മാസം 11-ന് ഉച്ചയ്ക്കാണ് കാർത്തിയായനിയമ്മയ്ക്ക് മർദ്ദനമേറ്റത്. കുളിമുറിയിൽ നിന്നും അബദ്ധത്തിൽ തെന്നി വീണാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞാണ് വീട്ടുകാർ കാർത്തിയായനിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പരിശോധനയിൽ വയോധികയുടെ ശരീരമാസകലം ഉണ്ടായിരുന്ന പരിക്കുകൾ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മർദ്ദന വിവരം പുറത്തു വന്നത്. പയ്യന്നൂരിലെ ആശുപത്രിയിലാണ് കാർത്തിയായനിയമ്മയെ ആദ്യം പ്രവേശിപ്പിച്ചത്. സ്ഥിതി ഗുരുതരമായതിനാൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യം തീവ്രപരിചരണ വിഭാഗത്തിലും പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. പരിശോധനയിൽ ഇവരുടെ ദേഹത്ത് മർദ്ദനത്തിന്റെയും ചവിട്ടേറ്റതിന്റെയും തല ചുമരിലിടിച്ചതിന്റെയും ക്ഷതങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പയ്യന്നൂർ പോലീസ് എത്തി കാർത്തിയായനിയെ പരിചരിച്ചിരുന്ന ഹോം നേഴ്സ് ആലക്കോട് ഉദയനിഗിരി സ്വദേശിനി അമ്മണി രാമകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു. കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ ഇവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് മകൾ ലീലയായിരുന്നു. അതിനാൽ കാർത്തിയായനിയമ്മയുടെ പേരിലുണ്ടായിരുന്ന വീടും ലീലയ്ക്ക് നൽകി. പിന്നീട് അവർ ആ വീട് വാടകയ്ക്ക് നൽകി. ലീലയും മകളും താമസിക്കുന്ന കണ്ടങ്കാളിയിലെ വീട്ടിലേക്ക് കാർത്തിയായനിയമ്മയെ കൊണ്ടുവന്നു. ഇവരെ പരിചരിക്കാനായി ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുകയും ചെയ്തു. റിജുവിന്റെ ഭാര്യ പ്രസവിച്ച ശേഷം ഇരട്ട കുട്ടികളുമായി ഇവർ വീട്ടിലെത്തി. കാർത്തിയായനിയെ വീട്ടിൽ ഒന്നിച്ച് താമസിപ്പിക്കുന്നതിൽ റിജുവിന് അതൃപ്തിയുണ്ടായിരുന്നു. ഈ വിരോധത്തിന്റെ പേരിൽ റിജു വയോധികയെ ആക്രമിച്ചുവെന്നാണ് കേസ്. പൂക്കുടി ചിണ്ടനാണ് കാർത്തിയായനിയുടെ ഭർത്താവ്. നേരത്തെ വധശ്രമമാണ് ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റം. ഇത് കൊലക്കേസാക്കി മാറ്റുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാർത്തിയായനിയുടെ കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് കയ്യിലെ തൊലി ഉരിഞ്ഞു പോയിരുന്നു. ഇതിനുശേഷം ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുളിമുറിയിൽ വീണുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഡോക്ടർമാരാണ് മർദ്ദനത്തിന്റെ പാടുകൾ കാണുകയും പരിയാരത്തെയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തത്. പയ്യന്നൂർ പോലീസിൽ വിളിച്ചറിയിക്കുന്നതും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെയാണ്.